ചാപ്റ്റർ 15 വേഴ്സ് 18 എടുത്ത് വായിക്കാം. റോമൻസ് ചാപ്റ്റർ നമുക്ക് ചിന്തിക്കാനുള്ള റോമലേഖനം 15-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യമാണ്. റോമൻസ് ചാപ്റ്റർ 15 വേഴ്സ് 18 എടുത്ത് വായിക്കാം. റോമൻസ് ചാപ്റ്റർ 15 വേഴ്സ് 18. മലയാളത്തിൽ മാത്യു വായിക്കും, ഇംഗ്ലീഷിൽ ഷേലിയാറ്റി വായിച്ചോളൂ. റോമൻസ് ചാപ്റ്റർ 15 വേഴ്സ് 18. മലയാളം വായിച്ചോളൂ. ക്രിസ്തു ഞാൻ മുഖാന്തരം ജാതികളുടെ അനുസരണത്തിനായിട്ട് വചനത്താലും പ്രവൃത്തിയാലും അടയാളങ്ങളുടെ അത്ഭുതങ്ങളുടെയും ശക്തി കൊണ്ടും പരിശുദ്ധാത്മാവിന്റെ ശക്തി കൊണ്ടും പ്രവർത്തിച്ച് അല്ലാതെ മറ്റൊന്നും വിടുവാൻ ഞാൻ തുനിയുന്നില്ല. ഓക്കെ, 16:26 കൂടെ മലയാളത്തിൽ വായിച്ചോളൂ. 16:26 അടുത്ത പേജ്. ഏക ജ്ഞാനിയായ ദൈവത്തിന് ക്രിസ്തു പൂർവ്വകാലങ്ങളിൽ തുടങ്ങി വായിക്കും. 15 തുടങ്ങി മലയാളത്തിൽ. പൂർവ്വകാലങ്ങൾ മറഞ്ഞിരുന്നിട്ട് ഇപ്പോൾ വെളിപ്പെടുന്നതും നിത്യദൈവത്തിന്റെ നിയോഗപ്രകാരം സകല ജാതികൾക്കും വിശ്വാസത്തിന്റെ അനുസരണത്തിനായി പ്രവാചകന്മാരുടെ എഴുത്തുകളാൽ അറിയിച്ചിരുന്നതുമായ മർമ്മത്തിന്റെ വെളിപ്പാടിന് മതി. പ്രൈസ് ലോർഡ്. ഇംഗ്ലീഷിൽ വായിച്ചോളൂ. ശരിയായിട്ട് വായിക്കാൻ പറ്റുമോ? ഫസ്റ്റ് റോമൻസ് ചാപ്റ്റർ 15 വേഴ്സ് 18, then 16 വായിച്ചോളൂ. I will not venture to speak of anything except what Christ has wrought through me to win obedience from the Gentiles by word and deed. Okay, then 16 വേഴ്സ് മലയാളത്തിലാണെങ്കിൽ 24 ആണ്. 24 വേഴ്സ് ആണ്. ഇംഗ്ലീഷാണ് വായിച്ചോളൂ. 24 to 26. ഇംഗ്ലീഷിലാണ് റിവേഴ്സ് ആയിട്ട് വരുന്നത്. 25 തുടങ്ങി വായിച്ചോളൂ. Who is able to strengthen you according to my gospel and the preaching of Jesus Christ, according to the revelation of the mystery which was kept secret for long ages, but is now disclosed, and through the prophetic writings is made known to all nations, according to the command of the eternal God, to bring about the obedience of faith. To the only wise God be glory forevermore through Jesus Christ. Amen. Praise the Lord. Praise the Lord. നാം പ്രാർത്ഥിക്കാം. പരിശുദ്ധനും നിത്യനുമായ ദൈവമേ, സ്വർഗീയ പിതാവേ, തിരുനാമത്തെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. നിന്റെ ഏറിയ കൃപകൾക്കായി സ്തോത്രം. ചില ദിവസങ്ങളായി കർത്താവെ തിരുവെഴുത്തുകളിൽ നിന്ന് ഞങ്ങൾ ധ്യാനിക്കുക കർത്താവ് നൽകിയ വിശിഷ്ട വചനങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. വിശ്വാസത്തിന് അനുസരണം കർത്താവെ നീ ഞങ്ങളെ പഠിപ്പിച്ചേ മതിയാകുകയുള്ളൂ. പരിശുദ്ധാത്മാവ ദൈവമേ, നീ ഞങ്ങളുടെ ഉപദേഷ്ടാവായിട്ട് ഞങ്ങളുടെ ബുദ്ധിയെ തുറന്ന് ഞങ്ങളുടെ ഹൃദയങ്ങളെ തുറന്ന് ഈ വചനത്തിൻ്റെ ആഴങ്ങൾ മനസ്സിലാകുവാനും അത് ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാഗൽഭ്യത്തിൽ വരുവാൻ തക്ക വേണം, പരിജ്ഞാനപൂർത്തി വരുവാൻ തക്ക വേണം കർത്താവ് സഹായിക്കണമേ. ഈ കാലത്തും കർത്താവെ വരുവാനുള്ള യുഗായുഗങ്ങൾ നിന്നോടുകൂടെ അനുസരണമുള്ള മക്കളായിക്കൊണ്ട് വാഴുവാൻ കർത്താവ് സഹായിച്ചാട്ടെ. പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം. 2 വിഷയങ്ങൾ നാം വായിച്ചു. സ്തോത്രം. വിശ്വാസത്തിന് അനുസരണം വരുത്തേണ്ടതിന്. സ്തോത്രം. സോറി. ചാപ്റ്റർ 15 വേഴ്സ് 18 ഞാൻ വീണ്ടും വായിക്കുന്നു മലയാളത്തിൽ. ക്രിസ്തു ഞാൻ മുഖാന്തരം ജാതികളുടെ അനുസരണത്തിനായിട്ട് വചനത്താലും പ്രവൃത്തിയാലും അടയാളങ്ങളുടെയും അത്ഭുതങ്ങളുടെയും ശക്തി കൊണ്ടും പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൊണ്ടും പ്രവർത്തിച്ചത് അല്ലാതെ മറ്റൊന്നും വേണ്ടുവാൻ ഞാൻ തുനികയില്ല. ചാപ്റ്റർ 16 വേഴ്സ് മലയാളത്തിലാണെങ്കിൽ 24 വേഴ്സ് ആണ്. പൂർവ്വകാലങ്ങളിൽ മറഞ്ഞിരുന്നിട്ട് ഇപ്പോൾ വെളിപ്പെട്ട് വന്നതും നിത്യദൈവത്തിൻ്റെ നിയോഗപ്രകാരം സകല ജാതികൾക്കും വിശ്വാസത്തിൻ്റെ അനുസരണത്തിനായി പ്രവാചകന്മാരുടെ എഴുത്തുകളാൽ അറിയിച്ചിരിക്കുന്നതുമായ മർമ്മത്തിൻ്റെ വെളിപ്പാടിന് അനുസരണമായുള്ള എൻ്റെ സുവിശേഷത്തിനും
യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗത്തിന് ഒത്തവണ്ണം നിങ്ങളെ സ്ഥിരപ്പെടുത്തുവാൻ കഴിയുന്ന ഏക ജ്ഞാനിയായ ദൈവത്തില് യേശു ക്രിസ്തു മുഖാന്തരം എന്നേക്കും മഹത്വം ഉണ്ടാകുമാറാകട്ടെ. ആമേൻ. സ്തോത്രം. 2 വേഴ്സസിലും ഒരേപോലെ തന്നെ എഴുതിയിരിക്കുന്ന കാര്യമാണ് വിശ്വാസത്തിന് അനുസരണം വരുത്തുക. ഇത് നാം പഠിക്കുമ്പോൾ കുറച്ച് ആഴമേറിയതും അതുപോലെ കുറച്ച് കട്ടിയായ ആകാരമാണ് എങ്കിൽ തന്നെയും വിശ്വാസത്തിന്റെ ആദ്യ സ്റ്റെപ്പുകളിൽ കർത്താവ് ഇതൊന്നും നമ്മൾ പഠിപ്പിക്കുന്നില്ല. ഇത്ര ആഴത്തിലേക്ക് വന്നാൽ സാധാരണ നമ്മുടെ ഒരു സോളുകൾക്കും ഇതൊന്നും ഗ്രഹിക്കുവാനോ ഇതെന്താണെന്ന് പോലും അറിയാൻ സാധ്യമല്ല. അപ്പോൾ നമ്മൾ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. നമ്മൾ കർത്താവിനെ കുറിച്ച് അറിയാതിരുന്ന ആള്, അല്ലെങ്കിൽ അല്പമായിട്ടൊക്കെ നമ്മൾ ഹിസ്റ്റോറിക്കലൊക്കെ അറിഞ്ഞിരുന്നു, പക്ഷെ രക്ഷ എങ്ങനെ നടക്കുന്നു എന്ന് പരിശുദ്ധ ആത്മാവ് നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തി തന്നു. നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള പാപങ്ങളും ആദാമ്യ പരമ്പരയ്ക്ക് ലഭിച്ചിരിക്കുന്ന ശാപങ്ങളെ കുറിച്ചുള്ള ഒരു അറിവ് നമുക്ക് കിട്ടിയപ്പോൾ നമ്മൾ വചനത്തിൽ നിന്ന് അറിഞ്ഞിരുന്നു, പക്ഷെ നമ്മുടെ സോളിൽ അതിനെ പരിശുദ്ധാത്മാവ് യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 6, 8 തുടങ്ങി 13 വരെ വാക്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് പോലെ വായിക്കേണ്ട, നമ്മുടെ സോളിന് വെളിപ്പെടുത്തി തരുകയും അതിന്റെ ന്യായവിധി എന്താണെന്ന് വെളിപ്പെട്ട് കിട്ടുകയും ചെയ്തപ്പോൾ നാം നിത്യജീവന് വേണ്ടി കാക്ഷിച്ചു. അപ്പോഴാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഉയർത്തെഴുന്നേറ്റവനായി ക്രിസ്തുവിനെ, അതുപോലെ തന്നെ നമുക്ക് വേണ്ടി പാപയാഗമായി തീർന്ന ക്രിസ്തുവിനെ, നമുക്ക് വേണ്ടി അറ്റോൺമെന്റ് ആയി തീർന്ന ക്രിസ്തുവിനെ, അല്ലെങ്കിൽ നമ്മുടെ പാപത്തിന്റെ ശിക്ഷ നമുക്ക് പകരമായി ഏറ്റവനായ ക്രിസ്തുവിനെ നമ്മുടെ സോളിലേക്ക് വെളിപ്പെടുത്തി തന്നത്. അപ്പോൾ അവിടെ നാം ഹൃദയം തകർന്നവരായിട്ടാണ്, ഹൃദയം നുറുങ്ങി തകർന്നവരായിട്ട് അവിടെ നമുക്ക് ഒരു പ്രശംസയുമില്ല, ഒരു തലക്കനമില്ല, ഒരു ഹെഡ്സ് ഇല്ല. അവിടെ നുറുങ്ങി തകർന്ന് പൊട്ടി തകർന്നിട്ടാണ് ഒരു വ്യക്തി ക്രിസ്തുവിലേക്ക് വരുന്നത്. സ്തോത്രം. അപ്പോൾ നമ്മൾ എന്താ അവിടെ അനുസരിക്കുകയാണ് ചെയ്യുന്നത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നമ്മുടെ സോളിൽ നമ്മുടെ വ്യക്തിപരമായ പാപം, നമ്മുടെ ആദാമ്യ പാരമ്പര്യമായി നമുക്ക് കിട്ടുന്ന ആദാമിന്റെ പാപത്തിന്റെ ശിക്ഷകൾ നമ്മുടെ സോളിലേക്ക് വെളിപ്പെടുത്തുകയും അതിന്റെ ന്യായവിധി വെളിപ്പെടുത്തുകയും ചെയ്തപ്പോൾ സ്തോത്രം, നമുക്ക് പകരമായിട്ട് വേറെ വഴികളൊന്നുമില്ല. നമുക്ക് മനസ്സിലായപ്പോൾ നമുക്ക് പകരമായി നാം അനുഭവിക്കേണ്ട ശിക്ഷ നമുക്ക് പകരമായി നമ്മുടെ സൃഷ്ടിതാവായ ദൈവം തന്നെ അനുഭവിച്ചു എന്ന് ഹിസ്റ്റോറിക്കലായിട്ട് മനസ്സിലാവില്ല. നമ്മുടെ സോളിനെ അത് വെളിപ്പെടുത്തി തന്നു. ഒരു പകരക്കാരനുണ്ട് എന്ന് നമ്മുടെ സോളിൽ വെളിപ്പെടുത്തി നമ്മൾ ഏറ്റെടുക്കുന്ന മൂവ്മെന്റില് സകല പാപവും സകല ശാപവും നാം ഇന്ന് മാറ്റപ്പെട്ടു. ഹല്ലേലൂയ. പിന്നെ ഒരു ശാപം. അപ്പൊ ആ മൂവ്മെന്റ് നാം പുതിയ സൃഷ്ടിയായി. എങ്ങനെയാണ്? അവിടെ നാം അനുസരിക്കുകയാണ് ചെയ്തത്. നിങ്ങൾക്ക് ഇത് വായിക്കുമ്പോഴും പഠിക്കുമ്പോഴും എനിക്ക് തോന്നുന്നു പലർക്കും ഇത് ഹാർഡായിട്ട് തോന്നുന്ന ഒരു ചിന്താഗതി വരുന്നുണ്ട്. ഇറ്റ്സ് നോട്ട് ഹാർഡ്. ഓൾറെഡി നമ്മൾ ഈ വഴി കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ രക്ഷയുടെ പാതയിലേക്ക് വന്നപ്പോൾ നിങ്ങൾ ഓൾറെഡി വിശ്വാസത്തിന് അനുസരണം വരുത്തിയവരാണ്. അങ്ങനെയാണ് നിങ്ങൾ അടുത്ത് കടന്നു എന്താണ്? ക്രിസ്തുവിനെ കർത്താവായി സ്വീകരിച്ചു, യേശുവിനെ കർത്താവായി സ്വീകരിച്ചു. അടുത്ത് നമ്മുടെ മുമ്പിൽ ദൈവത്തെ പരിശുദ്ധാത്മാവ് സ്നാനക്കുളത്തെ വെളിപ്പെടുത്തി. നമുക്ക് ബുദ്ധിമുട്ടുണ്ടായില്ല, പല ചിന്താഗതികളൊക്കെ വന്നു. പക്ഷെ ശത്രു നമ്മുടെ ജഡമൊക്കെ ദ മൂവ്മെന്റ്, ഞാൻ എപ്പോഴും പറയാറുണ്ട്, മൂവ്മെന്റ്, നാം ദൈവ കുടുംബത്തിൽ ജനിക്കുന്ന ആ മൂവ്മെന്റില് നമുക്ക് 3 ശത്രുക്കളാണുള്ളത്. ഘോരമായ 3 ശത്രുക്കൾ. ഒന്ന് നമ്മളിൽ തന്നെ വസിക്കുന്നതും ദൈവത്തിന് കീഴ്പ്പെടാത്തതും ദൈവത്തോട് ശത്രുത്വമുള്ളതായിട്ടുള്ള ഫ്ലഷ്, ജഡം. സ്തോത്രം. മറ്റൊന്ന് വേൾഡ്, ലോകത്തിൻ്റെതായ നാനാ മോഹങ്ങളിലേക്ക് നമ്മൾ വശീകരിക്കാൻ തക്കവണ്ണം ചൂണ്ടയിട്ട് പിടിക്കാൻ തക്കവണ്ണം. ചൂണ്ടയിടും എങ്ങനെയാ? ഇരയിട്ടുകൊണ്ട് ആ മീനെ അട്രാക്ട് ചെയ്യത്തക്കവണ്ണം എങ്ങനെ, അല്ലെങ്കിൽ അട്രാക്ട് ചെയ്തവണ്ണം നമ്മൾ ചൂണ്ടയിട്ട് പിടിക്കാൻ തക്കവണ്ണം വേൾഡ് തിങ്സ് നമ്മളെ ചുറ്റുപാടുമുണ്ട്. മറ്റൊന്നാണ് സൈറ്റാനിക് കിങ്ഡം, നമ്മൾ വീണ്ടും അടിമത്തത്തിലേക്ക് കൊണ്ടുപോകാം. പക്ഷെ ഈ 3 ശത്രുക്കളുടെ മുമ്പിലും ഇതിന് 3നെയും ജയിച്ചവരാണ് നമ്മുടെ കർത്താവ്. അവൻ നമ്മൾ വസിച്ചുകൊണ്ട് നമ്മെ പാപം ചെയ്യാതെ അവിടെ സൂക്ഷിക്കുന്നത്. അതാണ് യേശു എന്ന റിലേഷൻ. അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് യേശു എന്ന് പേരിടണം. അതാണ് യേശു എന്ന ഓഫീസിന്റെ അർത്ഥം. അവന്റെ പേരല്ല, അവന്റെ ഒരു ഓഫീസാണ് അത്. അത് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ്, അത് നാം വിശ്വാസത്തിന് അനുസരണം ഉള്ളവരായിരിക്കുന്നത് കൊണ്ടാണ് ഇന്ന് നാം സിൻ ചെയ്യാതിരിക്കുന്നത്. അപ്പോൾ ഈ വിശ്വാസത്തിന് അനുസരണം വരുത്തുക എന്ന് പറയുന്നത് വലിയൊരു സബ്ജക്റ്റ് അല്ല. പക്ഷെ ആരും നീ പ്രസംഗിച്ച് കേട്ടിട്ടില്ല, ആരും പഠിപ്പിച്ച് കേട്ടിട്ടില്ല. പക്ഷെ നമ്മൾ നടക്കുന്നുണ്ട്. അങ്ങനെ നാം സ്നാനക്കുളത്തിലേക്ക് ഇറങ്ങി. സ്തോത്രം. പരിശുദ്ധാത്മ നിയോഗം വേണം, പരിശുദ്ധാത്മ പൂർത്തി വേണം. നമ്മൾ അതിന് പ്രാർത്ഥിച്ചു. കർത്താവ് അളവ് കൂടാതെ നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നുണ്ട്.
വൺ ഇൻസ്റ്റൻസ് മാത്രമല്ല, ആവശ്യത്തിന് ഇപ്പൊ ഈ പരിശുദ്ധാത്മാവ് നിയോഗമുള്ളത് കൊണ്ടാണ് ഈ ശബ്ദം കേൾക്കുന്ന ഏവരും ഇനി ഓൺലൈനിൽ കേൾക്കുന്നവരായിക്കോട്ടെ തന്നെയും ഇത് കേൾക്കുന്നത്. അവിടെയൊക്കെ നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അവനോട് അനുരൂപരായി തീരുന്നതിന് ആവശ്യമായിട്ടുള്ള ഓരോ കാര്യങ്ങളും നമുക്ക് വെളിപ്പെടുത്തി തരുമ്പോൾ ഇടയ്ക്ക് വെച്ച് നിന്നു പോവുകയല്ല, ടിൽ ദ എൻഡ്. ഇവിടെ മാത്രമല്ല, ഈ ശരീരത്തിലിരിക്കുമ്പോൾ മാത്രമല്ല, ഇനി വരുവാണ് യുഗായുഗത്തിലും അവനോട് പൂർണ്ണ അനുസരണമുള്ളവരായിട്ട് നാം ഇപ്പോൾ തീരണം. ഈ ശരീരത്തിലിരിക്കുമ്പോൾ നാം തീരണം. ഇതാണ് ജാതികളിൽ വിശ്വാസത്തിന് അനുസരണം വരുത്തേണ്ടതെന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇതുവരെയും പല കാര്യങ്ങളിലെയും നമ്മുടെ ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തന്നതിനനുസരിച്ചുകൊണ്ട് നാം അനുസരണമുള്ളവരായിട്ടാണ് ഇതുവരെയും ഈ ശബ്ദം കേൾക്കുന്നതിന് വേണ്ടി നമ്മുടെ ദൈവത്തിന്റെ ആത്മാവ് കൂട്ടി വരുത്തിയിരിക്കുന്നത്. ഇറ്റ്സ് നോട്ട് എ ഹാർഡ് ടോക്കിംഗ്. ഇത് കഠിന വാക്ക് എന്ന് പറഞ്ഞ് പിന്തിരിഞ്ഞു പോകേണ്ട ബുദ്ധിമുട്ടുള്ള വിഷയമല്ല. ഈ ശബ്ദം കേൾക്കുന്ന ഏവരും, ഓൺലൈനിലായാലും ഇപ്പൊ ഫിസിക്കലായിട്ട് ഈ ശബ്ദം കേൾക്കുന്ന ഏവരും തന്നെ വിശ്വാസത്തിന് അനുസരണം ഉള്ളവരായി മുന്നോട്ട് വന്നതുകൊണ്ടാണ് ഇതുവരെയും എത്തിയത്. ഇനി ആരെങ്കിലും ഒബ്സ്റ്റാക്കിളായിട്ട് നിൽക്കുന്നുണ്ടെങ്കിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുന്നത്, പിതാവായ ദൈവം ആകർഷിച്ചിട്ടാണ് നിങ്ങളിലേക്ക് പുത്രനിലേക്ക് അടുപ്പിക്കുന്നത്. ഇറ്റ്സ് ഹിസ് മേഴ്സി, ഇറ്റ്സ് ഹിസ് ഗ്രേസ്. വിശ്വസിപ്പാൻ ആവശ്യമായ കൃപയെ നിങ്ങളുടെ ഹൃദയത്തിൽ പകരുന്നുണ്ട്. ഈ ശബ്ദം കേൾക്കുന്ന സമയത്ത് പകരുന്നുണ്ട്. സ്തോത്രം. അപ്പോൾ അത് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല, നമ്മൾ നടന്നുകൊണ്ടിരിക്കും. എന്നാൽ കുറച്ചധികം പേര് ഇത് ശരിക്കും മനസ്സിലാകാത്തത് കൊണ്ട് ഹിസ്റ്റോറിക്കലായിട്ടുള്ള നോളജിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അത്തരത്തിലുള്ള ഡിനോമിനേഷൻസും നിഖ്യാപ്രമാണം എന്ന് പറഞ്ഞുകൊണ്ട് വിശ്വാസ പ്രമാണം എന്ന് പറഞ്ഞത് വിശ്വാസ പ്രമാണമൊക്കെയും വിളിച്ചു പറയും. പക്ഷെ ജീവിതത്തിൽ പ്രാഗൽഭ്യത്തിൽ വരുന്നില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള വിശ്വാസം രക്ഷിക്കുന്ന വിശ്വാസമല്ല. ഇത് നമുക്ക് പ്രാക്ടിക്കലായിട്ട് മനസ്സിലാക്കണമെങ്കിൽ യാക്കോബ് എഴുതിയ ലേഖനം എല്ലാവരും എടുക്കുക, മലയാളത്തിലും എടുക്കുക, ഇംഗ്ലീഷിലും എടുക്കുക. ജെയിംസ് ചാപ്റ്റർ 2 സെക്കൻഡ് പാരഗ്രാഫ് തുടങ്ങി വായിക്കണം. അതായത് മലയാളത്തിലാണെങ്കിൽ വേഴ്സ് 14 ഓൺവേഴ്സ്. മാത്യു മലയാളത്തിൽ വായിക്കും, ഇംഗ്ലീഷിൽ മോളിയായിട്ട് എടുത്തു വെച്ചോളൂ. ജെയിംസ് ചാപ്റ്റർ 2 വേഴ്സ് 14 ഓൺവേഴ്സ്. സഹോദരന്മാരെ, ഒരുവൻ തനിക്ക് വിശ്വാസം ഉണ്ട് എന്ന് പറയുകയും പ്രവൃത്തികൾ ഇല്ലാതിരിക്കുകയും ചെയ്താൽ ഉപകാരമെന്ത്? ആ വിശ്വാസത്താൽ അവൻ രക്ഷ പ്രാപിക്കുമോ? ഇസ് ഇറ്റ് എ സേവിംഗ് ഫെയ്ത്ത്? ഇംഗ്ലീഷിലൊന്ന് വായിച്ചത്. റെക്കോർഡ് ആവുന്നുണ്ടോ? ജെയിംസ് ചാപ്റ്റർ 2 വേഴ്സ് 14 ഇംഗ്ലീഷിൽ മോളിയായിട്ട് വായിച്ചോളൂ. What does it profit, my brethren, if someone says he has faith but does not have works? Can faith save him? If a brother or sister is naked and destitute of daily... അതൊരു എക്സാമ്പിൾ പറയാണ്. പ്രവൃത്തിയിലില്ലാത്ത വിശ്വാസം കൊണ്ട് അവൻ രക്ഷ പ്രാപിക്കുമോ? ഫോർ എക്സാമ്പിൾ, ഞാൻ വളരെ സിമ്പിൾ എക്സാമ്പിൾ നേരത്തെ പറഞ്ഞതിന് പോരാ. വിശ്വാസത്തിന് നമ്മളെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രസംഗങ്ങളിൽ കൂടെയോ ദൈവവചനം എടുക്കുമ്പോഴോ ചിലപ്പോൾ സ്വപ്നങ്ങളിൽ കൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പല വിധത്തിലും ഓരോ വ്യക്തിയുടെയും സോളിന്റെ കണ്ടീഷൻ അനുസരിച്ച് കൂടെ വെളിപ്പെടുത്താം. നമ്മൾ പാപത്തിന്റെ അടിമത്തത്തിലാണെന്നും പാപത്തിന്റെ ശിക്ഷ നിത്യമായ മരണമാണെന്നും നമ്മുടെ സോളിൽ അത് മനസ്സിലാക്കി തരുമ്പോൾ നമുക്ക് പകരമായി ആ യാഗപീഠത്തിൽ വെന്തെരിഞ്ഞ്, അല്ലെങ്കിൽ ആ ക്രൂശ് എന്ന കാൽവരി ക്രൂശ് എന്ന ആ യാഗപീഠത്തിൽ വെന്തെരിഞ്ഞ് തന്റെ ശരീരം ക്രൂശിൽ കിടക്കുമ്പോൾ തന്റെ പ്രാണനും ആത്മാവും നാം പോയി വെന്തെരിയേണ്ട യുഗായുഗങ്ങൾ വെന്തെരിയേണ്ട പാതാളത്തിലും തുടർന്ന് നരകത്തിലും വെന്തെരിയേണ്ട സ്ഥാനത്ത് നമുക്ക് പകരമായി വെന്തെരിഞ്ഞു പിതാവ് അവരെ നമുക്ക് പകരമായി തന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ, നമ്മുടെ സോൾ അത് മനസ്സിലാക്കുമ്പോൾ ഏത് ഹൃദയമാണ് നുറുങ്ങാത്തത്? ഏത് ഹൃദയമാണ് പൊട്ടിത്തകരാത്തത്? വെറും ഫൂളിഷ്നെസ്സിന് വേണ്ടിയിട്ടാണ് ഹിസ്റ്റോറിക്കൽ നോളജിൽ ഡിനോമിനേഷനിലെ ആൾക്കാരെ പിടിച്ചു നിർത്തുവാൻ തക്ക വേണം. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, യൊരോബിയാമിന്, ശലോമോന്റെ ഭരണത്തിന് ശേഷം യൊരോബിയാമിന് 10 ഗോത്രങ്ങളെയാണ് ദൈവം വിഭാഗിച്ചു കൊടുത്തത്. ഫ്രീ ആയിട്ട് കിട്ടിയതായിരുന്നു അവന് 10 ഗോത്രങ്ങള്. ദാവീദിന്റെ തലമുറയ്ക്ക് രഹബയാമിന് 2.5 ഗോത്രങ്ങളെ കൊടുത്തുള്ളൂ. എന്നിട്ടും വർഷാവർഷങ്ങള് 3 ഉത്സവങ്ങൾക്ക് ഇസ്രായേൽ ജനമൊക്കെയും യെരൂശലേം ആലയത്തിൽ പോകണം, പുരുഷപ്രജ എല്ലാം പോകണം. അങ്ങനെ കൂടെ കൂടെ പോകുമ്പോൾ അവിടെ ഹൃദയം യെരൂശലേമെ ഭരിക്കുന്ന രഹബയാമിലേക്ക് മാറിപ്പോകുമ്പോ, ചാഞ്ഞു പോകുമ്പോ എന്ന് കണ്ടുകൊണ്ട്
ദാനിയേലും ബേഥേലും ഓരോ കാളക്കുട്ടി ഉണ്ടാക്കി, ഇതാ നിങ്ങളെ മിസ്രദേശത്ത് പുറപ്പെടുവിച്ചുകൊണ്ട് നിങ്ങളുടെ ദൈവമായ യഹോവ എന്ന് പറഞ്ഞുകൊണ്ട് അത്യുന്നതനായ ദൈവത്തെ പുല്ലു തിന്നുന്ന കാളയോട് സദൃശ്യമാക്കി. എന്താ സംഭവിച്ചത്? യെരോബിയാമിന്റെ കുടുംബം ഭൂമണ്ഡലത്തിൽ ഛേദിക്കപ്പെടവിടയായി തീർന്നു. ഇന്ന് ഡിനോമിനേഷണൽ വ്യക്തി താല്പര്യങ്ങൾക്കൊക്കെയും നിഷ്കളങ്കരായ മനുഷ്യരുടെ തങ്ങളുടെ വ്യക്തി താല്പര്യങ്ങൾക്കോ അല്ലെങ്കിൽ ഡിനോമിനേഷൻ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെയും ഇതുപോലെ കാളക്കുട്ടികളെ ഡിനോമിനേഷനിലെ കാളക്കുട്ടികളെ ഉണ്ടാക്കി വെച്ചുകൊണ്ട് ഇത് നിങ്ങൾ രക്ഷിക്കുമെന്ന് പറഞ്ഞാൽ അവർക്ക് ഇപ്പോൾ ഒന്നും സംഭവിക്കുന്നില്ല. കാരണം ദൈവം തന്നെ ബോഷ്ക്ക് വിശ്വസിക്കുമാർ വ്യാജത്തിന് വ്യാപാര ശക്തി അയച്ചുകൊണ്ട് അവർ നിത്യ ന്യായവിധി ചെന്ന് പെടേണ്ടതിന് വേണ്ടി പിടിച്ചു വച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. അതിനൊക്കെയാണ് ജ്ഞാനികൾക്ക് വിവേകികൾക്ക് മറച്ചു വെച്ചിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സത്യം ലളിതമായ രീതിയിൽ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ഹല്ലേലൂയ. അപ്പൊ ജെയിംസ് ആ ചാപ്റ്റർ 2 ആ പാരഗ്രാഫ് മുഴുവനും എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്, ഉദാഹരണങ്ങൾ കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാണ്. ഈ ഇങ്ങനൊരു വിശ്വാസം നീ വിശ്വസിക്കുന്നു, യെസ് കർത്താവ് യേശു ഉയർത്തെഴുന്നേറ്റ് എന്നിലുണ്ട്. നിന്റെ ഒരു എക്സാമ്പിൾ പറയാണ്. നിന്റെ ഒരു സഹോദരൻ ഒരു അത്യാവശ്യ കാര്യം, അവിടെ ഒരു മുട്ടിന്റെ കാര്യം പറഞ്ഞിരിക്കുന്ന, ആഹാരത്തിന്റെ മുട്ടോ അല്ലെങ്കിൽ വസ്ത്രത്തിന്റെ മുട്ടോ, എനി കൈൻഡ് ഓഫ് നെസസിറ്റി ഡെവലപ്പ് ആയിട്ട് നിനക്ക് സഹായിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നീ ക്രിസ്തുവിലല്ല. നിന്റെ ഒരു സഹോദരന്റെ ഒരു കൂട്ടുവിശ്വാസിക്ക് ഒരു നെസസിറ്റി ഡെവലപ്പ് ആയിരിക്കുന്നു, അവരെ കൊണ്ട് താങ്ങാൻ പറ്റുന്നില്ല, അവരെ കൊണ്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ നിന്റെ കയ്യിൽ റിസോഴ്സ് ഉണ്ട്, വ്യക്തിപരമായിട്ടോ പണം കൊണ്ടോ വസ്ത്രം കൊണ്ടോ ഏതൊരു വിധത്തിലും ആ നിന്റെ കൂട്ടുവിശ്വാസിക്ക് ഒരു നെസസിറ്റി ഡെവലപ്പ് ആയിട്ടുണ്ട്. നീ അത് ചെയ്തില്ലെങ്കിൽ നീ ക്രിസ്തുവിനല്ല. യു ആർ നോട്ട് എ പാർട്ട് ഓഫ് ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്. അപ്പൊ എനിക്ക് വിശ്വാസം കൊണ്ട് ഞാൻ ക്രിസ്തുവിനനുസരിച്ചാണ് നടക്കുന്നത്, പക്ഷെ എന്റെ പ്രവൃത്തി ഞാൻ കാണിച്ചില്ലേ. ജെയിംസ് പറയുന്നത്, നീ പിടിച്ചിരിക്കുന്ന ആ വിശ്വാസം കൊണ്ട് നിനക്ക് എന്താ ഗുണമുള്ളത്? നീ രക്ഷ പ്രാപിക്കുമോ? തിരുവഴുത്തുകൾ അങ്ങനെ എഴുതിയിരിക്കുന്നു, ഞാൻ വിശ്വസിക്കുന്നു ആകാശം ഭൂമി ഇടിഞ്ഞു പോയാലും ഞാൻ മാറുകയില്ല, വിശ്വസിക്കുന്നു പറഞ്ഞുകൊണ്ട് നിന്റെ വിശ്വാസം നീ പ്രവൃത്തിയിൽ കാണിച്ചില്ലെങ്കിൽ ഇങ്ങനെയാണല്ലോ ഡിനോമിനേഷൻകാർ നിൽക്കുന്നത്. ഫോർ എക്സാമ്പിൾ, വെള്ളത്തിൽ മുങ്ങിയുള്ള സ്നാനം, വിശ്വാസ സ്നാനത്തെ കുറിച്ച് കൊണ്ട് സ്തോത്രം. നമുക്ക് ആ ഭാഗം എടുത്ത് വായിക്കാം. എപ്പോൾ ഒരു കോൺട്രവേഴ്സി വരുന്നൊരു ഭാഗമാണല്ലോ മാർക്കോസ് എഴുതിയ സുവിശേഷം. മലയാളത്തിൽ എടുത്താൽ മതി. മാർക്കോസ് എഴുതിയ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ എപ്പോഴെല്ലാവരും 16-ാം വാക്യം പറയുള്ളൂ. അതിന്റെ 15-ാം വാക്യം കൂടെ ഒന്ന് വായിക്കണം. 15-ഉം 16-ഉം കൂടി വായിക്കേണ്ടത്. മാർക്ക് ചാപ്റ്റർ 16 വേഴ്സ് 15 ഓൺവേഴ്സ് ഞാൻ തന്നെ വായിക്കാം. പിന്നെ അവൻ അവരോട്, ഉയർത്തെഴുന്നേറ്റതിന് ശേഷം ശിഷ്യന്മാർക്ക് വെളിപ്പെട്ടിട്ട് യേശു ക്രിസ്തു അവരോട് പറയാണ്, പിന്നെ അവൻ അവരോട്, നിങ്ങൾ ഭൂലോകത്തിലൊക്കെ പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പിൻ. ഈ പ്രസംഗിക്കുന്നത് കേട്ടാൽ ഉയർത്തെഴുന്നേറ്റവനായ കർത്താവ് പുതു നിയമത്തിന്റെ ഗ്രേറ്റസ്റ്റ് കമ്മീഷനിങ് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കുകയാണ്. നിങ്ങൾ ഭൂലോകത്തിലൊക്കെ പോയി സകല സൃഷ്ടിയോട് എന്ന് പറഞ്ഞാൽ കേട്ട് വിശ്വസിക്കാൻ പ്രാപ്തിയോട്, കഴുതിയോടും കാളയോടും പക്ഷികളോടും പ്രസംഗിക്കാനല്ല പറഞ്ഞത്. എന്നിട്ട് അടുത്ത വാക്യം പറയുന്നത്, വിശ്വസിക്കുക, നിങ്ങൾ പ്രസംഗിച്ച കാര്യത്തില് വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവർ രക്ഷിക്കപ്പെടും. ഇത് ഇന്റർപ്രറ്റ് ചെയ്യാനായിട്ട് വലിയ ഇന്റർപ്രിട്ടേഷൻ ഒന്നും ആവശ്യമില്ല. ലളിതമായ ഭാഷയിൽ വായിച്ച് മനസ്സിലാക്കുക എന്നുള്ളപ്പോ ഈ 15-ാം വാക്യം ഹൈഡ് ചെയ്തിട്ട് 16-ാം വാക്യം മാത്രം എടുത്ത് പറയും വിശ്വസിക്കുക സ്നാനമേൽക്കുക. ഞങ്ങൾ ഞങ്ങൾ കുഞ്ഞുങ്ങളായപ്പോ ഞങ്ങൾക്ക് പകരമായിട്ട് ഞങ്ങളുടെ തൃശ്ശൂർ ഭാഷയിലാണെങ്കിൽ തലത്തൊട്ടപ്പം എന്ന് പറയും. ഓരോരോ സ്ഥലങ്ങളിൽ വിവിധമായ ലാംഗ്വേജ് ഉപയോഗിക്കുന്നത്. അവരാ വിശ്വാസം വേണ്ടി പറയുന്നത്. ദൈവവചനത്തിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ഭൂലോകത്തിലൊക്കെ പോയി സർവ്വ സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിക്കുക. ആ പ്രസംഗിക്കുന്നത്, ക്രൂശിക്കപ്പെട്ടവരായ ക്രിസ്തുവിനെ സുവിശേഷം പ്രസംഗിക്കുന്നത് വിശ്വസിക്കുന്നവൻ വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്തു. അപ്പോൾ വിശ്വാസത്തിന് അനുസരണത്തിന് ഒരു എക്സാമ്പിൾ ആണ്. അങ്ങനെയാണ് ഈ ശബ്ദം കേൾക്കുന്ന ഏവരും. അനുസരിക്കാത്തവരാരെങ്കിലും ഓൺലൈനിൽ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായ ലാംഗ്വേജിൽ പറഞ്ഞു തരികയാണ്. സുവിശേഷം നിങ്ങൾക്ക് വേണ്ടി പാപിയാഗമായി തീർന്ന് വെന്തെറിഞ്ഞത് നിങ്ങളെ ന്യായം വിധിക്കാൻ അധികാരമുള്ളവന്റെ മുമ്പിലാണ് ഈ ശബ്ദം കേൾക്കുന്നത്. നമ്മളത് കേട്ടു, സുവിശേഷം കേട്ടു, നാം വിശ്വസിച്ചു, അടുത്തത് അനുസരിച്ചു. എന്താ? വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. വിശ്വസിക്കാത്തവൻ, സ്നാനമേൽക്കാത്തതെന്നല്ല പറഞ്ഞിരിക്കുന്നത്, വിശ്വസിക്കാത്തവൻ നിത്യശിക്ഷാവിധിയിലാകപ്പെടും. അപ്പൊ അത് പറഞ്ഞിട്ട് അതിന്റെ ചാപ്റ്റർ 16 വേഴ്സ് 16 സെക്കൻഡ് പാർട്ട് എടുത്തിട്ട്
അവിടെ വിശ്വസിക്കാത്തവെന്നല്ല പറഞ്ഞിട്ടുള്ളൂ, സ്നാനപ്പെടാത്തവെന്ന്. ഇതിനൊക്കെ എന്തിനാ അനുസരണക്കേട് കാണിക്കാൻ വേണ്ടിയുള്ള അനുസരണക്കേടിന്റെ പിതാവാരാ? എഫേസ്യർ 2 വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത്, ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിന്റെ മക്കൾ വ്യാപരിക്കുന്നതിന് അധിപതിയായവനെ അനുസരിച്ച് നടന്നു. അതാ സാത്താൻ. അപ്പൊ ഈ വിശ്വാസത്തിന് അനുസരണം നടത്താതിരിക്കത്തക്ക വേണം. ഞാൻ 1-2 എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. ഒന്ന് വിശ്വാസ സ്നാനം. അപ്പൊ സുവിശേഷത്തിൽ കൂടെ വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്ന സിമ്പിൾ ലാംഗ്വേജുമാണ് ലോകത്തെ സകല സൃഷ്ടിയോട് പോയി നിങ്ങൾ സുവിശേഷം അറിയിക്കുക. നിങ്ങൾ അറിയിക്കുന്ന സുവിശേഷത്തിൽ വിശ്വസിക്കുന്നവർ സ്നാനം ഏറ്റാൽ അവർ രക്ഷിക്കപ്പെടും. ഇത് സിമ്പിൾ ലാംഗ്വേജാണ്. ഇതിന് വേറൊരു ഇന്റർപ്രിട്ടേഷന്റെ ആവശ്യമില്ല. ഇനി അനുസരിക്കാതിരിക്കത്തക്ക വേണം വേറെ പല ഇന്റർപ്രിട്ടേഷൻ കൊണ്ടുവരുന്നവരൊക്കെ ഇതിന് ആരുടെ ശുശ്രൂഷകരാ? സാത്താന്റെ ശുശ്രൂഷകന്മാർ. അത് ഏത് ഡിനോമിനേഷൻ ആയാലും സാത്താന്റെ ശുശ്രൂഷക്കാരാ. അപ്പൊ ഇവിടെ അതാണ് യാക്കോബ് ഒന്നുകൂടി എടുത്തു പറയുന്നത്, നീ വിശ്വസിക്കുന്നെന്ന് പറഞ്ഞിട്ട് നിന്റെ പ്രവൃത്തി നീ അത് കാണിച്ചില്ലെങ്കിൽ, നീ അനുസരണത്തിൽ കൊണ്ടുവന്നില്ലെങ്കിൽ, ഇറ്റ് ഈസ് നോട്ട് എ സേവിംഗ് ഫെയ്ത്ത്. ആ ഫെയ്ത്ത് കൊണ്ട് നീ രക്ഷ പ്രാപിക്കുമോ? എന്നിട്ട് സിമ്പിൾ എക്സാമ്പിൾ പറയാണ്. സ്തോത്രം. ഒരു സഹോദരനോ സഹോദരിയോ നഗ്നനും അഹോവൃത്തിക്ക് വകയില്ലാത്തവരുമായി ഇരിക്കെ നിങ്ങൾ ഒരുത്തൻ അവരോട് സമാധാനം പോയി തീ കാഞ്ഞ് വിശപ്പടക്കുകയും ചെയ്യുമെന്ന് പറയുന്നതല്ലാതെ ദേഹരക്ഷയ്ക്ക് ആവശ്യമുള്ളത് അവർക്ക് കൊടുക്കാതിരുന്നാൽ ഉപകാരമെന്ത്? അതിന് പറയാൻ, അങ്ങനെ വിശ്വാസവും പ്രവൃത്തികളില്ലാത്തതായാൽ സ്വതവേ നിർജീവമാകുന്നു. അപ്പൊ ഈ ഡിനോമിനേഷൻസ് ഒക്കെയും ദൈവവചനത്തിൽ സുവിശേഷത്തിൽ കൂടെ വെളിപ്പെട്ട് കിട്ടിയിരിക്കുന്ന സത്യങ്ങളെ അനുസരിക്കാതിരിക്കുന്നതൊക്കെ ബ്ലോക്ക് ചെയ്താൽ എന്താണ്? നിർജീവമാണ്. അവന് ജീവനില്ല. ആരുടെ ശുശ്രൂഷക്കാരൊക്കെ? നല്ല മലയാളത്തിൽ പറഞ്ഞ സാത്താന്റെ ശുശ്രൂഷക്കാരാ. ഹല്ലേലൂയ. താഴോട്ട് പെട്ടെന്ന് വായിച്ചു പോകാം. അങ്ങനെ വിശ്വാസം പ്രവൃത്തികളില്ലാത്തതായാൽ സ്വതവേ നിർജീവമാകുന്നു. എന്നാൽ ഒരുത്തൻ എനിക്ക് വിശ്വാസമുണ്ട്, എനിക്ക് പ്രവൃത്തികളുണ്ട് എന്ന് പറയുമായിരിക്കും. നിന്റെ വിശ്വാസം പ്രവൃത്തികൾ കൂടാതെ കാണിച്ചു തരിക, ഞാനും എന്റെ വിശ്വാസം പ്രവൃത്തികളായി കാണിച്ചു തരാം. അതേ എക്സാമ്പിൾ തന്നെ എടുക്കുക. മാർക്കോസിന്റെ സുവിശേഷം 15-16 വാക്യങ്ങള്. ഉയർത്തെഴുന്നേറ്റവനായ സർവ്വത്തിനും മീതെ ദൈവമായിരിക്കുന്നവൻ, സകല സരാചരങ്ങളെ ന്യായം വിധിക്കാൻ അധികാരമുള്ളവൻ. അപ്പസ്തോല പ്രവൃത്തി 17-30 വാക്യം എടുത്ത് വായിച്ച്. അപ്പസ്തോല പ്രവൃത്തി 17-30 വാക്യം. Acts chapter 17 verse 30 മലയാളത്തില്. എന്നാൽ അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് മനുഷ്യരോട് കൽപ്പിക്കുന്നു. താൻ നിയമിച്ച പുരുഷൻ മുഖാന്തരം ലോകത്തെ നീതിയിൽ ന്യായം വിധിക്കുന്ന അവൻ ഒരു ദിവസത്തെ നിശ്ചയിച്ചിരിക്കുന്നു. ഒന്നുകൂടെ വായിച്ച 31. താൻ നിയമിച്ച പുരുഷൻ മുഖാന്തരം ആരാ? മനുഷ്യപുത്രനായ ക്രിസ്തു. മനുഷ്യപുത്രൻ എന്ന് പറഞ്ഞ ഉപയോഗിക്കുന്ന വാക്കിന്റെ അർത്ഥം വളരെ ഡീപ്പ് മീനിങ് ആണ്. മനുഷ്യനായിരിക്കെ ക്രൂശിലെ മരണത്തോട് തന്നെ സകലത്തിലും അനുസരണമുള്ളവരായിരുന്നത് കൊണ്ട് ഈ ശബ്ദം കേൾക്കുന്ന ഓരോ വ്യക്തികൾ ഏത് ഡിനോമിനേഷൻ നിൽക്കുന്നവരായിക്കോട്ടെ, അനുസരിക്കാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ പറയാണ്, മനുഷ്യപുത്രനാകൊണ്ട് മനുഷ്യ ശരീരത്തെ അവർ വ്യക്തമായി കാണിച്ചു എന്ന് ക്രൂശിലെ മരണത്തോട് തന്നെ സകലത്തിലും അനുസരണമുള്ളവനായിരുന്നു. നിനക്ക് അനുസരിക്കാൻ പറ്റാത്ത ഒരു എക്സ്ക്യൂസ് ഇല്ലെന്ന് ഇതിന്റെ അർത്ഥം. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്, മനുഷ്യപുത്രനാകിയാൽ ന്യായം വിധിക്കാനുള്ള അധികാരവും എനിക്ക് നൽകിയിരിക്കുന്നു. 31 വീണ്ടും വായിച്ച്. താൻ നിയമിച്ച പുരുഷൻ മുഖാന്തരം ലോകത്തെ നീതിയിൽ ന്യായം വിധിക്കുക. ആ മെഷറിംഗ് റോഡിനെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. എന്താണ് നീതിയിൽ ന്യായം വിധിക്കുക എന്ന് പറഞ്ഞത്? നമുക്ക് കിട്ടിയിരിക്കുന്ന വെളിച്ചം, ഇൻ അക്കോർഡൻസ് ടു ദ ലൈറ്റ് റിവീൽഡ് ടു us through the gospel, in accordance to the light revealed to us individually through the gospel. അതാണ് മാർക്കോസ് എഴുതിയ സുവിശേഷം 16-15 വാക്യത്തിൽ പറയുന്നത്. പോയി സകല സൃഷ്ടിയോട് സുവിശേഷം അറിയിപ്പിൻ. നിനക്ക് വെളിച്ചം കിട്ടി, നിനക്ക് എക്സ്ക്യൂസ് ഇല്ല പറയാൻ. അനുസരിക്കാൻ പറ്റാത്തതിന് എക്സ്ക്യൂസ് ഇല്ല. മനുഷ്യപുത്രനായിരിക്കാൻ ന്യായം വിധിപ്പാൻ അധികാരം അവനുണ്ട്. അവരാണ് പറഞ്ഞിരിക്കുന്നത്, താൻ നിയമിച്ച പുരുഷൻ മുഖാന്തരം ലോകത്തെ നീതിയിൽ ന്യായം വിധിക്കാന്ന് പറഞ്ഞ ഇൻ അക്കോർഡൻസ് ടു ദ ലൈറ്റ് യു റിസീവ്ഡ്. അവനൊരു ദിവസത്തെ നിശ്ചയിച്ചു. അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കാൻ
എല്ലാവർക്കും അതിന്റെ ഉറപ്പ് അതിന്റെ ഉറപ്പ് നിനക്ക് അനുസരിച്ചാൽ നിനക്ക് ഉയർത്തെഴുന്നേൽപ്പുണ്ട്. അതിന്റെ അർത്ഥം ഇല്ലെങ്കിൽ നോ. അതുകൊണ്ടാ പറഞ്ഞ അവൻ മരിച്ചെടുത്ത് ഉയർത്തെഴുന്നേൽപ്പിച്ചിരിക്കാൻ ഉറപ്പ് തന്നിരിക്കുകയാണ്. നീ അനുസരണക്കേട് കാണിച്ചാൽ, ഞാൻ സ്നാനത്തിന് എല്ലാവർക്കും അറിയുന്ന മലയാളികൾ, എല്ലാവർക്കും മലയാളം എന്നല്ല, ലോകത്തില് വിശ്വാസ സംബന്ധമായ വിഷയം അറിയുന്ന എല്ലാവർക്കും അറിയുന്ന ഒരു സബ്ജക്റ്റ് ആണ്. പോയി സകല സൃഷ്ടിയോട് സുവിശേഷം അറിയിപ്പാൻ ഈ താൻ നിയമിച്ച പുരുഷൻ അല്ലെങ്കിൽ മനുഷ്യപുത്രനാകിയ ന്യായവിധിപ്പൻ അധികാരം ലഭിച്ചിരിക്കുന്നവൻ തിരുവായ്മൊഴിയായിക്കൊണ്ട് അരുളി ചെയ്തതാണ്. ഇത് വേറൊരുത്തർ പറഞ്ഞതല്ല, അപ്പസ്തലന്മാര് പറഞ്ഞതല്ല. പോയി സകല സൃഷ്ടിയോട് സുവിശേഷം അറിയിപ്പീൻ, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെന്ന് രക്ഷിക്കപ്പെടും. ഇതിന്റെ എക്സ്പ്ലനേഷൻ ആണ് യാക്കോബ് പറയുന്നത്. നീ കേട്ടു, നീ വിശ്വസിച്ചു, നീ അനുസരണത്തിലേക്ക് കാണിച്ചില്ലെങ്കിൽ അതുകൊണ്ട് എന്താ ഗുണമുള്ളത്? ആ അനുസരണ നീ ആ വിശ്വാസം കൊണ്ട് രക്ഷ പ്രാപിക്കുമോ? സിമ്പിൾ ലാംഗ്വേജ് ആണ്. താഴ്ത്ത് വായിക്കാൻ യാക്കോബ് വേഴ്സ് 18 ഞാൻ വായിക്കുന്ന 19. ദൈവം ഏകൻ എന്ന് നീ വിശ്വസിക്കുന്നുവോ? കൊള്ളാം. പിശാചുക്കളെ വിശ്വസിക്കുന്നു, വിറയ്ക്കുകയും ചെയ്യുന്നു. അപ്പൊ അവയ്ക്കും വിശ്വാസമുണ്ട്. നമ്മെക്കാളും ജ്ഞാനം അവർക്കറിയുണ്ട്. അവരെ ശിക്ഷിച്ചിരിക്കുന്നത് ഇവൻ തന്നെയാണ്. അദൃശ്യനായ ദൈവം യെശയ്യാവ് 6-ാം അധ്യായത്തില് അവയെ ഉയർന്നു പൊങ്ങിയിരിക്കുന്ന സിംഹാസനത്തിൽ ഇരിക്കുന്നതിന്റെ മുമ്പില് സറാഫീസ്, 6 ചിറകുള്ള സറാഫീസ് ഇത്രയും പരിശുദ്ധനായവന്റെ മുമ്പിൽ നിൽപ്പാൻ ഞങ്ങൾ യോഗ്യരല്ലെന്ന് പറഞ്ഞുകൊണ്ട് 2 കൊണ്ട് പാദം മൂടി, 2 ചിറക് കൊണ്ട് ഇത്രയും പരിശുദ്ധന്റെ മുഖത്തേക്ക് നോക്കാൻ ഞങ്ങൾ യോഗ്യരല്ലെന്ന് പറഞ്ഞുകൊണ്ട് 2 കൊണ്ട് മുഖം മൂടി, 2 കൊണ്ട് പറന്ന സൈന്യങ്ങളെ യഹോവ പരിശുദ്ധൻ 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 എന്ന അത്യുച്ചത്തിൽ സദാ ഘോഷിച്ചു കൊണ്ടിരിക്കുന്നവനാണ് കാൽവരി ക്രൂശില് നിനക്ക് പകരമായിട്ട് യാഗമായി തീർന്നത്. നിന്റെ മുമ്പിൽ ഹൃദയം തകരാത്ത നുറുങ്ങാത്ത ഏത് ഹൃദയമുള്ളൂ? ഏത് ഹൃദയമാണ് ഇത്രയും കല്ലായിട്ടുള്ളത്? എന്നിട്ട് സുവിശേഷത്തിന്റെ ഡിനോമിനേഷനാണ് രക്ഷിക്കുന്നത്. ഈ സുവിശേഷം സകല സൃഷ്ടിയോട് പ്രസംഗിക്കാൻ പറഞ്ഞിട്ട് പറയുന്നത്, ഇതിൽ വിശ്വസിക്കുന്നവൻ സ്നാനപ്പെട്ട അനുസരണത്തിലേക്ക് വന്നാൽ അവർ രക്ഷ പ്രാപിക്കും. അനുസരണക്കേട് കാണിച്ചാലോ? വളരെ വ്യക്തമായിട്ട് ലൂക്കോസ് 6-ാം പറഞ്ഞിരിക്കുന്നത് അവർക്ക് നൽകപ്പെട്ട രക്ഷ തള്ളിക്കളഞ്ഞുവെന്നാണ്. ഫ്രീ ഓഫർ. നിന്റെ കൺസെന്റിന് വേണ്ടിയിട്ട് സർവശക്തൻ നിന്നോട് കെഞ്ചുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. വ്യർത്ഥ മനുഷ്യ, പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിഷ്ഫലമെന്ന ഗ്രഹിപ്പാൻ നിനക്ക് മനസ്സുണ്ടോ? നമ്മുടെ പിതാവിന്റെ കുറെ എക്സാമ്പിൾ പറയാണ്. അബ്രാഹാമിന്റെ വിശ്വാസം, ഇസ്ഹാക്കിന് യാഗം കഴിക്കുന്ന വിശ്വാസം, അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച് കിട്ടുമെന്നുള്ള വിശ്വാസത്തിലല്ല അബ്രാഹാം യാഗം കഴിച്ചത്. യാഗം കഴിക്കാൻ പറഞ്ഞ് യാഗം കഴിച്ചു. സ്തോത്രം. ആ വിശ്വാസം അവൻ പ്രവൃത്തിയിൽ കൂടെ കാണിച്ചു. സ്തോത്രം. രാഘവനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. എടുത്തു പറഞ്ഞ അനേകമുണ്ട്. സ്തോത്രം. എസ്തേറിനെ എടുത്താല്, രാഘവനെ എടുത്താല്, സ്തോത്രം, അവർ വിശ്വസിച്ചോ? അവിശ്വാസം അവർ പ്രവൃത്തിയിലേക്ക് കൊണ്ടുവന്നു. സ്തോത്രം. അതവർക്ക് നീതിയായി കണക്കിട്ടു. ഈ സബ്ജക്ട് ഞാൻ ഇനിയും കണ്ടിന്യൂ ചെയ്യുന്നില്ല. ഇന്ന് എല്ലാവർക്കും മനസ്സിലായി എന്ന് കാണുകയാണ്. സ്തോത്രം. ആ ചാപ്റ്റർ മൊത്തം, ജെയിംസിന്റെ ചാപ്റ്റർ 2 ആ പാരഗ്രാഫ് മൊത്തം ഇതാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. വിശ്വാസത്തിന് അനുസരണം. അപ്പോൾ വിശ്വാസത്തിന് അനുസരണം വരിക എന്ന് പറയുന്ന ഒരു ഹാർഡ് സബ്ജക്റ്റ് അല്ല. നമ്മൾ ഓൾറെഡി ആ പാതയിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നവരാണ്. എന്നാൽ ചില സബ്ജക്റ്റുകൾ വരുമ്പോൾ നിങ്ങളുടെ സെൽഫ് അതിനെ ഒബ്സെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ സെൽഫ് അതിന് ഒബ്സ്റ്റാക്കിൾ ആകുന്നുണ്ടെങ്കിൽ, വിഘടിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ തന്നെ അതിനെ തള്ളിക്കളയണം. നോ, ഇത് എന്റെ രക്ഷയുടെ വിഷയമാണ്. ഞാൻ എല്ലാവർക്കും അറിയുന്ന ഒരു സബ്ജക്ട് സ്നാനത്തെ കുറിച്ച് പറഞ്ഞുള്ളൂ. നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഓരോ സബ്ജക്റ്റിലും നമ്മുടെ ഫ്ലഷ് അതിന് ഓപ്പോസിറ്റ് ആയിട്ട് നിൽക്കും. ഈ ലോകം ഓപ്പോസിറ്റ് ആയി നിൽക്കും. സേറ്റാനിക് കിങ്ഡം ഓപ്പോസിറ്റ് ആയി നിൽക്കും. നോ, ഇത് എന്റെ നിത്യജീവന ആവശ്യ വിഷയമാണ്. ഇതിനും വിധിപ്പാൻ വേറെ ഒരുത്തിനുമല്ല. ഞാനും എന്റെ വീണ്ടെടുപ്പുകാരനുമായ യേശു ക്രിസ്തുമായിട്ടുള്ള ബന്ധമാണിത്. സ്തോത്രം. ഇതാണ് രക്ഷ പ്രാപിക്കുന്ന വിശ്വാസം. അനുസരണത്തേക്ക് കൊണ്ടുവരും. സേവിങ് ഫെയ്ത്ത് എന്ന് പറയുന്ന ഇതാണ്. ഹല്ലേലൂയ. ദൈവ കർത്താവ് ഈ വചനങ്ങളാണ് ശക്തീകരിക്കട്ടെ. ഇത് സിമ്പിൾ ടോപ്പിക്കാണ്, അത്ര ഹാർഡായിട്ടുള്ളതല്ല. ദൈവം ശക്തീകരിക്കട്ടെ. വിശ്വസിപ്പാനും അനുസരിപ്പാനുള്ള കഴിവ്, സ്തോത്രം, എബിലിറ്റി നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. നാച്ചുറൽ എബിലിറ്റി ഉണ്ട്. നിങ്ങളുടെ ഓരോ തോട്ടിലല്ലേ നിങ്ങൾ ഫിസിക്കലായിട്ട് ജീവിക്കുന്നത്. വെള്ളം കുടിക്കാൻ ദാഹം വന്നാൽ നിങ്ങൾ അനുസരണക്കേട് കാണിക്കുന്നുണ്ടോ? വെള്ളം കുടിക്കും. ആ തോട്ട് വന്നു, ഒരു ഇൻഡ്യൂഷൻ കിട്ടി,
നിങ്ങൾ അനുസരിക്കുന്ന വെള്ളം കുടിക്കുന്നു, നിങ്ങളുടെ ദാഹം തീർന്നു. ഇതേപോലെ തന്നെയുള്ളൂ ആത്മീയ വിഷയത്തിലും. പക്ഷെ ആത്മീയ വിഷയത്തിൽ വരുമ്പോൾ നിങ്ങൾക്ക് ഡിനോമിനേഷൻ ഇൻട്രസ്റ്റ് ആയി, വ്യക്തി താല്പര്യങ്ങളായി, ഇതെല്ലാം ഇടിച്ചുടച്ച് കളയുക. ഇതെന്റെ ആത്മാവിന് നിത്യജീവന്റെ വിഷയമാണ്. ഇതിന് ഒബ്സ്റ്റാക്കിളായിട്ട് അപ്പൻ, അമ്മ, ഭാര്യ, കുഞ്ഞുങ്ങള്, സഹോദരങ്ങൾ ആര് തന്നെ നിന്നാലും നോ ഇഷ്യൂ. ഇതെന്റെ നിത്യജീവന്റെ വിഷയമാണ്. അതുകൊണ്ട് ധൈര്യപ്പെടുക, മുന്നോട്ട് നടത്തുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് പ്രോമിസ് ഉണ്ട്. നമ്മുടെ വീണ്ടെടുപ്പുകാർ ഇതേ കഷ്ടമാർഗങ്ങളിൽ കൂടെ കടന്നുപോയി നമ്മുടെ കൂടെ ഏത് കഷ്ടം നമ്മുടെ കൂടെ സഹായിപ്പാനുണ്ട്. കൃപാസനം നമുക്ക് വേണ്ടി ഓപ്പൺ ആണ്. ധൈര്യത്തോടുകൂടെ നമുക്ക് വേണ്ടി പാപയാഗമായി തീർന്നവന്റെ നാമത്തിൽ നമുക്ക് ധൈര്യത്തോടെ കൃപാസനത്തിൽ നടത്തിയല്ല കൃപ ലഭിക്കേണ്ടതിന് നമുക്ക് വേണ്ടത് കൃപയാണ്. ഓവർകം ചെയ്യാനുള്ള കൃപ. വിടുതലല്ല നമുക്ക് വേണ്ടത്, ടൈൽസ് നിന്ന് വിടുതലല്ല വേണ്ടത്. അതിൽ ഓവർകം ചെയ്യുവാൻ ഉയർത്തെന്ന് യേശു ക്രിസ്തുവിന്റെ പ്രസൻസ് ആണ് വേണ്ടത്. ദൈവമേ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാൻ. പരിശുദ്ധ നിത്യമായ ദൈവമേ സ്വർഗീയ പിതാവേ, തിരുനാമത്തെ വാഴ്ത്തുന്നു. നിന്റെ സ്നേഹത്തിനായി കരുതലിനായി സ്തോത്രം കർത്താവേ. ഇത്രത്തോളം വിശ്വസിപ്പാനും അനുസരിപ്പാൻ നീ ഞങ്ങളെ സഹായിച്ചു. സർവ്വത്തിനും മീതെ ദൈവമായിരിക്കുന്ന നീ ഞങ്ങളെ ബലപ്പെടുന്ന കൃപയ്ക്കായി സ്തോത്രം. ഇസ്രായേൽ ഞങ്ങൾ വീണ്ടും നാമത്തെ അനുഗ്രഹിച്ചുകൊണ്ട് വീണ്ടും പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഈ രാത്രികാലം നീ അവർക്ക് കാവലായിരിക്കണം. നിന്റെ ജനത്തെ പല ആവൃത്തികൾ ഉപദ്രവിച്ച അയൽ രാജ്യങ്ങൾ, മുസ്ലിം രാജ്യങ്ങള് തുടച്ചു മാറ്റുമെന്ന് വാശിപ്പിടിച്ചിരിക്കുന്നവര് ഹാമാൻ സംഭവിക്കട്ടെ കർത്താവേ. ഹാമാൻ സംഭവിക്കട്ടെ. നിന്റെ ജനത്തിന്റെ കുറവ് ഓർക്കല്ലേ. ആ പ്രായശ്ചിത്തം മാത്രമേ ഞങ്ങൾ ഉയർത്തുന്ന കർത്താവേ. രക്തത്താൽ ചെയ്യപ്പെട്ടിരിക്കുന്നു. പ്രാർത്ഥന കേട്ടതായ സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവ് ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മ ദൈവത്തിന്റെ സഹവാസവും കൂട്ടായ്മയും നാം ഓർത്ത് പ്രാർത്ഥിച്ച ഒരു വിഷയത്തിന്മേല്, നാം കേട്ടതായിട്ടുള്ള വചനത്തിന്മേല്, നാം എടുത്ത തീരുമാനങ്ങളിന്മേല്, ഹല്ലേലൂയ, നാം അനുഗ്രഹിച്ച അനുഗ്രഹങ്ങളിന്മേൽ, ശുശ്രൂഷകളിന്മേൽ ഈ നിമിഷം തുടങ്ങി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മേഘ പ്രത്യക്ഷത വരെ പ്രവർത്തിക്കുമാറാകട്ടെ. ക്രിസ്തു യേശുവിൽ ചെയ്ത് നൽകിയ ദൈവത്തെ കരങ്ങളിൽ നമുക്ക് ഒരിക്കൽ കൂടി സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വരയണമേ. സ്തോത്രം. താങ്ക് യു.